റിസൾട്ടോ? ഇന്ന് 3:30 ആകുമ്പോഴത്തേനും അറിയും. എത്ര A+ ഉണ്ടാവും? നിങ്ങളെത്ര കരുതണേ? ഞാൻ ഫുൾ A+ ഫുൾ A+ഓ? എനിക്കല്ലേ? നമുക്ക് കാണട്ടോ. ഫുള്ളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങാട് പറയല്ലേ, ഞാനല്ലേ എഴുതിയത്. ഇങ്ങാട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പൊ ഇത്? എളുപ്പമുണ്ടല്ലോ. ഞാൻ എഴുതാതെ എങ്ങനെ കിട്ടണേ? ഞാൻ എഴുതി എനിക്കറിയില്ല ഇപ്പൊ എത്ര ഉണ്ടാവുന്ന്. എളുപ്പമുണ്ടല്ലോ ഇപ്പൊ. ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പം ഒരുപാട് എക്സ്പെക്ടേഷൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, ഇന്ന് 15-ാം തീയതി എൻ്റെ SSLC റിസൾട്ട് അറിയേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുന്നതിന് മുന്നേ ഞാൻ ചാടിച്ചിട്ടോ. ഞങ്ങൾ നീച്ച് വിളിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഓരോ പരിപാടി ആയിട്ട് ഞാൻ തിരക്കായി. അപ്പോൾ തന്നെ ഞാൻ ഇൻട്രോ എടുക്കുന്നതിന് മുന്നേ ഓരോരുത്തർ വീഡിയോ ഇപ്പോഴേ തുടങ്ങി ഗൈസ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓരോ അവസ്ഥ ഓരോ പറയുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം. അതിൽ നിന്ന് ചാടിച്ചട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ എന്തായാലും കാണാം. അപ്പോൾ ചാനൽ ആയിരിക്കാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക ഗൈസ്. അപ്പം തോറ്റാലും ജയിച്ചാലും എനിക്കിപ്പോൾ ഒരു A+ ഇല്ലെങ്കിലും ഞാൻ ചിലപ്പോൾ എന്തായാലും വ്ളോഗ് ഇടും. അപ്പം നമുക്ക് എന്തായാലും കാണാം ഗൈസ്. ഹലോ, പറഞ്ഞ ഇതൊക്കെ ഓർമ്മല്ലേ? ഓർമ്മ ഉണ്ടാവില്ല, എനിക്ക് ഓർമ്മ ഉണ്ടാക്കി തരാം. റിസൾട്ട് അറിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നമ്മളെ ചലഞ്ച് ഇത് ഞാൻ ഓർമ്മപ്പെടുത്തിയ അങ്ങനെ, അതായത് ഗൂഗിൾ പേൻ്റെ അത് ഇങ്ങനെ എടുത്ത് വെച്ചു സ്കാനർ, ആ പൈസ ഒക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ അയാൾ വിട്ടാൽ മതി. ആലോചിച്ചൊന്നുമില്ല, ഞാൻ ആലോചിച്ചതൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പറയില്ല. ഇതിക്ക് ഒരാൾ വിളിച്ചിട്ടുണ്ട് ഗൈസ്. ഇന്ന് വിളിച്ചാൽ നമ്മൾ ഫുള്ള് വ്ളോഗിൽ ഉൾപ്പെടുത്തും. ഓല അങ്ങനെ വിളിച്ചാണ്ട് റിസൾട്ട് ചോദിച്ചാൽ ഇത് പിന്നെ അങ്ങോട്ട് വിളിച്ചാട്ടോ. ഇതെന്താ വെച്ചാൽ ഒരു കണ്ടീഷൻ ഉണ്ട്. 5 A+ നെറൂക്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ കസിനെ ഞാൻ പാർട്ടി വെയർ അങ്ങ് എടുക്കും. 5 A+ അടിയിക്കാണെന്നുണ്ടെങ്കിൽ ഓളിച്ച് ഡ്രസ്സ് അങ്ങനെ ഓളെന്തോ അന്തം വേണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പം എന്തായാലും ലേറ്റ് കഴിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം എന്തായാലും എനിക്ക് കിട്ടുന്ന ഒരു 100% ഉറപ്പാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഷർട്ട് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴേ ഓർമ്മ വരുത്തി വെച്ചതാണ്. അപ്പോൾ അടുത്തടുത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓലൊക്കെ നമ്മൾ വ്ളോഗിൽ ഉൾപ്പെടുത്തും. അപ്പോൾ എനിക്ക് നല്ലൊരു പ്രാങ്കും കൂടി കിട്ടി ഉത്തരക്കാണ്. ഞാൻ വീഡിയോസിൽ കാര്യങ്ങളൊന്നും വരുന്നില്ല. എൻ്റെ ഏട്ടത്തി ഞാൻ പറയണില്ല, എനിക്ക് നല്ലൊരു പണി നൽകാൻ. അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞു പ്രാങ്ക് ആണെങ്കിൽ നിർത്തിക്കോ, അടിച്ച് പൊളിച്ചു ഞാനല്ല. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പിന്നെ കഴിഞ്ഞിട്ട് ജാതനൊക്കെ ആണെങ്കിൽ ഞാൻ തോറ്റയിൽ നിൽക്കണേ എന്താ എക്സ്പ്രഷൻ നിൽക്കുക, അതായത് ചിരിച്ചിങ്ങനെ നിൽക്കണേ ആ രീതിയിലൊക്കെ നിൽക്കണേ. ചങ്ങനെ എല്ലാം കുടിച്ചാലും കഴിയില്ല. പിന്നെ എന്താ വെച്ചാൽ ഒരു ഇടയിൽ നല്ല വാട്സപ്പ് ആണ്. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഗൂഗിളിലാണ് ആ പേ അടിച്ചു നോക്കി. കാരണം എന്താ വെച്ചാൽ ഇത് റിസൾട്ട് വരാൻ അതേ ടൈമിൽ തന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയില്ല, ബാങ്ക് കയറാനില്ലല്ലോ, കുറേ ഇത് ഡിലേ ആവും, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പറയണേക്കാം. അപ്പം ഇവരാണെങ്കിൽ ബാങ്ക് നോക്കി. ഞാൻ അവിടുന്ന് നുറുക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേനും ഒരു നോക്കിയാൽ കഴിയുന്നത് പിരാന്ത് പിടിച്ചിട്ടുണ്ടല്ലോ മനുഷ്യന്. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് അതായത് ഓള് പറയണ അതേതായിരിക്കും ഞാൻ ഇതിലൊക്കെ ചിലപ്പോൾ പാസ്സാകും. എന്നിട്ട് അതേമാതിരിക്ക് കൊടുത്തു എല്ലാത്തിലും D+. എന്നിട്ട് ഇതിനെ ഒന്നില് D എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഞാൻ പാസ്സായണോളം നോക്കി ഇത്രക്കെ അത് പിരാന്ത് പിടിച്ചിരിക്കുന്ന സമയമാണ്. ഞാൻ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഇതാക്കണം, തമ്മിലാക്കണം, പിന്നെ മറ്റേ വീഡിയോ വേറെ സാധനം കൂടി സംഭവമൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഓരോ ഇതിലായിട്ട് പെട്ടെന്നായിട്ട് കണ്ടപ്പോൾ പിരാന്ത് പിടിച്ച്. പിന്നെ അപ്പം എന്തായാലും ഇനി തോറ്റാലൊരു ട്രയൽ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പം പേടിയും ചോദിച്ചാൽ എനിക്ക് തോറ്റ ചോദിച്ചാൽ വല്ല പ്രശ്നമില്ല. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ പുറത്തേനെ ഓള് കൊടുത്ത് നിനക്കറിയില്ലല്ലോ. ഞാൻ അവളുടെ ഉള്ളിൽ കയറി ഒന്ന് നോക്കുമ്പോ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാനല്ലേ ഇവ ചോറുന്നുമ്പല്ലേ ഞാന് ഓന്റെ ഹാൾ ടിക്കറ്റ് എടുത്താണ്ട് പറഞ്ഞേക്ക്. അപ്പൊ അങ്ങനെയൊക്കെയാണ്
പിരാന്ത് പിടിച്ചോ ചോദിച്ചാൽ പിരാന്ത് പിടിച്ചു. എനിക്കെന്താ വെച്ചാൽ തോറ്റ് ചിനിക്കായിട്ട് പ്രശ്നമൊന്നുമല്ല. പക്ഷെ എന്താ വെച്ചാൽ നാട്ടുകാർക്ക് ആണുള്ള കുഴപ്പം. അതായത് എനിക്ക് ബാക്കിയുള്ള എളുപ്പത്തെങ്കിൽ എനിക്ക് എത്ര മാർക്കോ അല്ലെങ്കിൽ പാസ് ചെയ്യണമെന്ന് പറയാൻ കുഴപ്പമില്ല. എന്ത് അതിന് വരേണ്ടത് ടൈം ആയില്ല, ടൈം ആയി തുടങ്ങുള്ളൂ. ഞങ്ങള് പ്രാങ്ക് ആക്കിയത് അത് കാണിച്ചു കൊടുക്കാൻ വീഡിയോ എടുത്തില്ല. അതല്ല പിന്നെ ഞാൻ കാണിച്ചു കൊടുക്കണേ. ഈ ഫോൺ എടുത്താണ്ട് ഇങ്ങനെ വെച്ചു. ഓക്കെ ഓക്കെ ഇത് പ്രാങ്കാക്കി കാണിച്ചു കൊടുക്കാണ്. ഞാൻ വീഡിയോ എടുത്താണ് ഞാൻ കാണിച്ചതാ. എന്താ ജെമിനിക്കൊക്കെ കൊടുത്ത് ഫുള്ള് സെറ്റപ്പ് ആക്കിയാണ് കേട്ടോ ഓരോ പരിപാടി കണ്ടില്ലേ. ഒന്നിലെന്തോ C+ അങ്ങനെ എന്തോ കൊടുത്തേ. അപ്പം അങ്ങനെയൊക്കെയാണ് കൊടുത്തത്. അപ്പം എന്താവും ഞാൻ തോറ്റ എനിക്ക് പ്രശ്നം എന്താ വെച്ചാൽ എനിക്കതിൻ്റെ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ എല്ലാവരും ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആൾക്കാരിടയ്ക്ക് ഇറങ്ങാനുള്ളൊരു മടി. ഇനിയിപ്പോൾ അല്ലേ കുഴപ്പമൊന്നുമില്ല. തോറ്റ എനിക്കറിയില്ല കേട്ടോ. അപ്പത്തെ മൂടി ഞാൻ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്കിനി നോക്കാം. വലിയ ലേഖനം കാര്യങ്ങളൊന്നും അടുപ്പിച്ചില്ല. എനിക്കായിട്ട് വലിയ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇത്ര മാർക്ക് കിട്ടും എനിക്ക് ഇത്ര അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി വലിയ ലേഖനം അടുപ്പിച്ചാൽ നമുക്ക് നോക്കാം ഗൈസ്. ഒരു വാട്സപ്പ് നമ്പർ ഇട്ടിന് ഗൈസ്. അപ്പോൾ നമ്മളെ ഫൈനലി റിസൾട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ക്യാമറയുള്ള ആ ഫോണിലാണ് നോക്കിയത്. ഞാനത് നോക്കി കേട്ടോ. എൻ്റെ കസിൻസാണ് നോക്കിയത്. അപ്പം ഓര് നോക്കിയിട്ട് ഇത്ര നോക്കിയാണ്ട് എന്ത് ചെയ്യുന്നത് ഈ ഫോണിലേക്ക് സെൻഡ് ചെയ്യിക്കണേ. എന്നിട്ട് ഓൾ ക്യാമറ ഞാൻ അതിപ്പോൾ തുറന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഓക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും കാണാൻ വേണ്ടി പോയി. കാരണം എന്താ വെച്ചാൽ എൻ്റെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ തോറ്റെന്ന് വെച്ചാൽ ഒന്നിൽ ഞാൻ മിക്കവാറും തോറ്റിണ്ടാവും, അല്ലെങ്കിൽ രണ്ടെണ്ണത്ത് തോറ്റില്ല. എനിക്കറിയില്ല കേട്ടോ. ഞാനൊന്നും പറഞ്ഞില്ല, കടിപ്പിച്ചില്ല. ഇപ്പം അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എന്ത് പോകും തൊട്ടിക്കാം. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ എന്തൊക്കെ പോകണ്ടേ ഇപ്പം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊക്കെ പോയി, ഉള്ളത് മൂടൊക്കെ പോയി. ഏതാണ് വാട്സപ്പിലല്ലേ? വാട്സപ്പിൽ ജസീൽ. ഓക്കെ നിൽക്കാതെ തോറ്റണെങ്കിലോ അങ്ങനെ കാണിച്ചാൽ ചിലപ്പോൾ രജിസ്റ്റർ ഇതിന്റെ തന്നെ അല്ലേ കാര്യം വരി. അപ്പൊ ഗൈസ് അപ്പൊ ഞാൻ പാസ്സായിട്ടുണ്ട് ഗൈസ്. A+ ഉണ്ട് എനിക്ക്. ഇതിന് A+ ഉണ്ടോ? കണ്ടോണ്ട് ഇങ്ങനെ ജസ്റ്റ് ആളെ കിട്ടിയത് ഗൈസ്. ഐ.ടി എനിക്ക് എങ്ങനെ A+ കിട്ടി? പ്രഡിക്ഷൻ എങ്ങനെയുണ്ട്? അപ്പം IT എനിക്ക് A+ കിട്ടി. അപ്പം എങ്ങനെ ചോദിച്ചാൽ എനിക്കറിയാം. ഞാൻ പറഞ്ഞ IT എനിക്ക് എന്താ വെച്ചാൽ IT ഞാൻ എന്താ ഇങ്ങനെ കമ്പ്യൂട്ടറൊക്കെ ചെയ്ത് വെച്ച് എന്നിട്ട് പോയാണ് നിൽക്കേനി. എന്നിട്ട് പിന്നെ കണ്ടി അതൊക്കെ പറഞ്ഞിച്ചാണെങ്കിൽ അന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ട്. IT സെറ്റ് ടെൻഷൻ അടിച്ച് ഇതാണ് അയാൾക്ക് IT-ലുണ്ട്. പിന്നെ മലയാളത്തിലുണ്ട്. പക്ഷെ മലയാളം ഇല്ല, മലയാളം വേറെ എക്സ്ട്രാ ഉള്ള ഇതിൽ പെടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞുതരാം. എല്ലതും ഉണ്ട്. C+, B+, C, C+, C+, B, B+, B, C+, A+. അപ്പം അങ്ങനെയൊക്കെയാണുള്ളത്. ഞാൻ പറഞ്ഞുതരാം. IT-യിൽ A+, ബയോളജിയിൽ B, മാത്സിൽ C+, കെമിസ്ട്രിയിൽ B+, ഫിസിക്സിൽ B, സോഷ്യൽ സയൻസിൽ C+, ഹിന്ദിയിൽ C+. ഹിന്ദിയിൽ C+ നിൽക്കോ പഠിച്ചോനെ? എന്താ ഇവർക്ക് വിരാന്തായതാണ്, എനിക്ക് വിരാന്തായതാണോ? അങ്ങനല്ലേ ആണ്. പിന്നെ ഇംഗ്ലീഷ് C. ഇംഗ്ലീഷും സത്യം പറയാൻ എനിക്ക് ഇംഗ്ലീഷ് മര്യാദക്ക് അറിയാൻ പാടില്ല. ഞാൻ അത് പാസ്സാവും തന്നെ വിചാരിച്ചിട്ട്. ഞാൻ ഒന്നൊക്കെ എന്തായാലും എനിക്ക് എതിർക്കാൻ വിചാരിച്ചു. സോ ഇംഗ്ലീഷ് പാസ്സായി. സത്യം പറയാലോ ഒരു ഇതുണ്ട്, 10ാം ക്ലാസ് ഏത് പൊട്ടനും പാസ്സാകുന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനും പാസ്സാകുന്നു. ഒത്തു നോക്കിയില്ല സത്യം പറയാം. ഞാൻ എനിക്കെന്താ വെച്ചാൽ ഒരാഴ്ച മുന്നേ കേട്ടോ ഒരാഴ്ച മുന്നേ ഞാൻ എന്താ വെച്ചാൽ വീഡിയോ എടുക്കുകയും അമ്മച്ചി ഫോണൊക്കെ വാങ്ങി എടുത്ത് വെച്ച് ഭയങ്കര സീനൊക്കെ ആക്കി. അപ്പോൾ അങ്ങനെ ആക്കി. പിന്നെ എനിക്ക് അങ്ങനെ വലിയ മൂടൊന്നുമില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ വേറെ കഴിഞ്ഞിട്ടാൽ മതി എന്നാൽ വെച്ചാൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു മൂടി എനിക്ക് വേറെ കഴിഞ്ഞിട്ടില്ലേ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ബയോളജീനെ ഞാൻ ആലോചിച്ച് അടിപൊളിയാക്കണ വെച്ചിട്ടുണ്ട്. ബയോളജീൻ്റെ തലേന്ന് അവിടെ ആയിരുന്നു ഇതിലേനി ഹോസ്പിറ്റലിൽ എനിക്ക് പഞ്ച് സീനായി, പനിയല്ല ഛർദ്ദിച്ചത്. എന്നിട്ട് എനിക്കും കുടുംബം മൊത്തം ഉണ്ടായി, പെരക്കാർക്ക് ഏകദേശം ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവിടെ ഹോസ്പിറ്റലിൽ നൈറ്റ് പോയാണ്ട് പിന്നെ രാവിലെ വരെ അവിടെ ഉറങ്ങാതെ നിന്ന്. എന്നിട്ട് പിന്നെ ഞാൻ നേരെ പോണത് എക്സാം ആൾക്കാണ്. പിന്നെ എക്സാം കഴിഞ്ഞ് രാവിലെ ആയതുകൊണ്ട് പിന്നെ പിന്നെ കഴിഞ്ഞിട്ട് കടന്നുറങ്ങി. എത്ര എക്സാം ആയത് എനിക്ക് ഓർമ്മയില്ല. പാസ് അങ്ങനത്തെ ഒരു മൂടി എനിക്ക് താഴ്ചിട്ട് ഇത് കിട്ടില്ല. അപ്പം എന്തായാലും ഞങ്ങൾ പാസ്സായിട്ടുണ്ടേ. അപ്പം എനിക്കൊരു കുപ്പായം വരാനുണ്ട് ഗൈസ്. ഞാൻ നേരത്തെ തന്നെ എനിക്ക് അപ്പോൾ ഞാൻ വിളിച്ചാൽ പോണത് ഇപ്പച്ചിക്കാണ് കേട്ടോ.
അപ്പച്ചി കുറേ നേരം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പച്ചി അങ്ങനെ എത്ര അർജൻറ്റ് കിട്ടണമെന്ന് ഞാൻ ആലോചിച്ചില്ല. ഇവിടെ എന്താ റിസൾട്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ചോദിച്ചിട്ടില്ല. അതായത് ആ വണ്ടി പോയില്ലേ ആ വ്ളോഗിൽ അന്ന് ചോദിച്ചിട്ടുള്ളൂ എന്നോട് എന്നാ റിസൾട്ട് തന്നെ. അല്ലാതെ ഇപ്പച്ചി അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. ഇപ്പം ഉണ്ട് ഇങ്ങനെ ചോദിച്ചിന്. അപ്പോൾ എന്തായാലും നമുക്ക് വിളിച്ചു നോക്കാം ഗൈസ്. ഫോൺ ഹാങ്ങോ വേണ്ടി പക്ഷെ ഇത്ര പെട്ടെന്ന് ഞാൻ കിട്ടിയ വെച്ചാൽ സാധാരണ എന്താ വെച്ചാൽ കുറേ ലോഡിങ്ങും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറേ സീനൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത്ര പെട്ടെന്ന് കിട്ടുക ഞാൻ വിചാരിച്ചു. കുറേ ടൈമൊക്കെ എടുക്കുക ചേച്ചി. അപ്പോൾ എന്തായാലും പറയുന്നതായിട്ട് വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. ഉള്ള പറയാലോ 10ാം ക്ലാസ് അതേപോലെ ഗസ് ചെയ്യിപ്പിച്ച അപ്പോൾ ശരി ഇപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ചിരിച്ചുണ്ട്. ഹലോ എത്ര ഉണ്ടാവും നിങ്ങളൊരു പ്രതീക്ഷ പറയും. ജയിച്ചു ഉണ്ടാവോ? ഉണ്ടാവോ? ജയിച്ചത് ഒരു A+ ഉണ്ട്. എന്താ ചെയ്യാ ചെലവൊക്കെ കൊണ്ടി ഒന്നുണ്ട്. പിന്നെ എന്താ ചെയ്യാ പിന്നെ B+ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഞാൻ വരെയൊക്കെ നോക്കിയിട്ട് B ഒക്കെ ഉണ്ട്. എനിക്ക് B+ B+, D ഒന്നും ഇല്ല തന്നെ. D+ ഒന്നും ഇല്ല തന്നെ. ഇല്ല എനിക്കറിയില്ല. ഓർക്ക് ഇട്ടോൽക്ക് മാറിയേക്കും അങ്ങനെ വരാല്ലാത്ത ഒരു A+. പിന്നെ A ഉണ്ടോ എനിക്കറിയില്ല. പിന്നെ പുള്ളി B+, B അങ്ങനെയാണ്. എനിക്കറിയില്ല. എന്നാ വെക്കും മുട്ടി ഓലൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇതെത്താ നിക്ക് ഇന്നോ ഇതില്ലേ മിനുവിനോട് പറയാൻ പറഞ്ഞ അതിനെ വിളിച്ച് ഞാനങ്ങോട്ട് പുറത്ത് ഞാൻ കേക്കൊക്കെ മുറിച്ച് ഒരു A+ കിട്ടിയേനി. ഞാൻ വ്ളോഗൊക്കെ ഞാൻ എല്ലാം കൊടുക്കണേ എത്ര കൊടുക്കാണ് അങ്ങനെയല്ലല്ലോ ഇത്. ഞാൻ ജയിച്ചില്ലെങ്കിൽ പൈസ അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ജയിച്ചിട്ടുള്ളൂ അങ്ങനെ ഫുൾ A+ എത്തിയ കാര്യങ്ങൾ കാട്ടുക. ഇതിന് കുറച്ച് വില കാണാൻ കിട്ടും തിന്നോക്കിയാ. അപ്പൊ ഈ സഭ ഇനി കൊറേ കൊറേ ആൾക്കാർ A+ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കുടുംബക്കാരൊക്കെ അത്യാവശ്യമുള്ളത് നമ്മളായിട്ട് ബന്ധപ്പെട്ടു ഭയങ്കര ബോണ്ടുള്ളത്. അപ്പോൾ ഓർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ എന്നിട്ട് എനിക്ക് കേക്ക് കുറിച്ചാൽ നമ്മൾ കുറേ ആയി വിളിച്ചിട്ടുണ്ട് വ്ളോഗ് എടുത്തപ്പോഴൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. അപ്പോൾ എന്താണ് കേക്ക് കുറിച്ചാൽ ഇതെന്ത് കേൾക്കാം? തേങ്ങ നല്ല എന്നാലിത് അപ്പം അതിനേക്കാരല്ലോ ഓള് കോളേജിൽ ചെയ്യുന്നത്. ഓള് വളർത്തിക്കൊരാന്ന് എന്നിട്ട് വിളിച്ചാ. അപ്പോൾ എവിടുന്ന വാങ്ങിയതപ്പോ? ഇതാ എന്താ പറയാ ഇപ്പൊ ആർക്ക് കഴിച്ചപ്പോ ജസീമിനെ അറിയണ്ടാവും. എന്നിട്ട് ജസീമിനാണെങ്കിൽ ഇവിടെ ഒരു A+ മുത്തക്ക് അപ്പം എന്തായാലും ചിലവരൊക്കെ ഉണ്ടായി വ്ളോഗ് ആണെങ്കിൽ ചിലപ്പോൾ അന്ന് ഇട്ടില്ല ഒരു A+ ഇട്ടിട്ട് ഇത്ര ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 10 A+ ഇട്ടത്തേക്കാണ് കേസ്. ഇപ്പോൾ ഒരു A+ ഇട്ടിട്ട് കേക്ക്. അപ്പോൾ എന്താ വെച്ചാൽ പഠിച്ച നേരത്തെ കളിച്ചാൽ ആകെ വിട്ടിട്ടൊന്നും കാര്യമില്ല. മുറിച്ചരാ ആ ക്രീം ഇട്ടിക്കൊള്ളു. എടുത്തോ ഫുൾ എടുത്തോ. പോവാനുള്ളതാണ് പോവാനുള്ളതാണ്. തോത്തിക്കൊണ്ടിട്ട് ഞാൻ എടുക്കാൻ പറ്റിയറിയില്ല. ഇത് സർപ്രൈസ് ഒന്നും